ഡി സി, ലോകേഷിന്റെ ഡി സി, അനിരുദ്ധിന്റെ ഡി സി. പടത്തിൽ കാര്യമായിട്ടുള്ള സ്റ്റോറിയും പരിപാടിയും ഒന്നുമില്ല. ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ആ സ്റ്റോറി നമ്മളെ പിടിച്ചിരുത്തുന്നത് എന്താണ്, അനിരുദ്ധിന്റെ ബിജിഎംസ്, സോങ്സ്, കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അണ്ണൻ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ത്രൂ ഔട്ട് നമ്മളെ എൻഗേജ് ചെയ്ത് ലിറ്റിൽ ഒരു ചെറിയ മൊമെന്റ്സ് വരെയും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമ്മൾക്ക് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം. പിന്നെ ലോകേട്ടൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാരിയുടെ പേര് ഞാൻ പറഞ്ഞു സ്റ്റാർ നമ്മുടെ ഗോദാര പുള്ളിക്കാരി, അവർ രണ്ടുപേരും എക്സ്ട്രീം ആയിരുന്നു. മറ്റേ മാഡ്നസ് മീറ്റ് മാഡ്നസ് എന്ന് പറഞ്ഞൊരു മൂഡ്, ഒരു രക്ഷയില്ല. കീടിലം കോമ്പോ എന്ന് പറഞ്ഞാൽ കീടിലം കോമ്പോ ആയിരുന്നു. പിന്നെ ഞാൻ ഇരുന്ന തിയേറ്ററിൽ കൂടെ ഒരു സാധനമുണ്ട്, ആ ഓഡിയൻസ് ഉണ്ടല്ലോ, തമിഴ് ഓഡിയൻസ് ആയിരുന്നു. തമിഴ് പിള്ളേർ, പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാവരും ഉണ്ട്. പടത്തിന്റെ ടൈറ്റിൽ അതായത് ജസ്റ്റ് സൺ പിക്ചർ തമിഴ് എഴുതി കാണിച്ചപ്പോൾ തൊട്ടേ വിസിലഡിങ് ആ ഒരു സാധനം പടം തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. സോ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫൈറ്റ് സീനൊക്കെ വരുമ്പോഴത്തേന് പിന്നെ എന്താ നടക്കാൻ പോകുന്നത്. അണ്ണം വരുമ്പോഴേ വീസിലടി കൈയിടി, അപ്പൊ നമുക്ക് കറക്റ്റ് കിട്ടും സാധനം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മാസ് മാസ് ആ ഒരു മൂഡ്. ഇൻട്രോയിൽ ഒരു സാധനമുണ്ട്, ഇൻട്രോയിൽ വരുന്നതിന് മുമ്പ് ഒരു ഫൈറ്റ് ബ്രൂട്ടാലിറ്റി ആയിട്ട് പീക്ക്. അത് ബ്രൂട്ടലായിട്ട് കാണിക്കുന്നുണ്ടല്ല, ആ ബീജും അതുപോലെ കറക്റ്റ് ഷോട്ട് കട്ടിങ്ങും ഒക്കെ കൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഷോട്ട് കാണുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, ആ സാധനം നമുക്ക് ഫീൽ ചെയ്യും. ആ ബിജിഎംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബിജിഎം എടുത്തു പറയുന്ന വേറൊന്നും കണ്ടല്ല, അതുപോലെ ഈ പടത്തിനെ കൺട്രോൾ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നിങ്ങൾ ഒരു അടിപ്പടം ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ പോകും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത പടമായിട്ട് കാണാൻ മതിയായിരിക്കും. എല്ലാവർക്കും ബൈ.